യെസ്, അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയി കറങ്ങി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ താഴത്തെ വ്യൂ ആട്ടോ. നേരെ കയറി ചെല്ലുന്ന അമ്പലത്തിലെ നടയിലോട്ടാണ്. ശിവൻ്റെ അമ്പലമാണ്, സോമേശ്വരൻ ടെമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബീച്ചിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടെന്ന്, ആ അമ്പലം ആട്ടോ ഇത്. അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറ ക്ലിപ്സ് ഒന്നും പാടില്ല എന്നാണെങ്കിലും ഞാൻ 1-2 ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് മണി അടിക്കണമെന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് മണിയൊക്കെ അടുപ്പിച്ചു കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ പുറത്തെ വ്യൂ. രാത്രി ആയതുകൊണ്ട് ക്യാമറ അത്രയും ക്ലാരിറ്റി കിട്ടുന്നില്ല, എങ്കിലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ബാക്കിൽ നമുക്ക് കടൽ കാണാൻ പറ്റും കേട്ടോ. അവിടെ ഭയങ്കര കാറ്റാണ്, നമുക്ക് ചുമ്മാ അവിടെ കുറേ നേരം ഇങ്ങനെ നിൽക്കാനായിട്ട് തോന്നും. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ ഒന്നും ക്ലിയർ അല്ല അത്ര. ഇതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ സിസ്റ്റർ കുഞ്ഞമ്മയാണ്. ഞാനും കുഞ്ഞമ്മയായിട്ട് ഭയങ്കര കൂട്ടാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഉടുപ്പിയിലാണ്. അവിടെ ചെന്ന് മസാല ദോശ, നെയ് റോസ്റ്റ്, വെജ് ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മസാല ദോശയൊക്കെ കഴിക്കാനായിട്ടൊരു മൂഡ് വരും. അപ്പോൾ ഞാൻ മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവിടുത്തെ വേറൊരു ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നപ്പോൾ ഞാൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മസാല ദോശ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എങ്കിലും കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സാമ്പാർ ഒട്ടും കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചമ്മന്തി കൂട്ടിയാട്ടോ കഴിച്ചത്. സാമ്പാർ അവരുടെ ഒരു ടേസ്റ്റ്